അഖിൽ മാരാർ എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ മലയാളികൾ അറിഞ്ഞു തുടങ്ങിയത് അല്ലെങ്കിൽ അറിഞ്ഞത് ഇൻക്ലൂഡിങ് മീ ഞാനടക്കം ഫൈനലിൽ വരെ ഇയാളെ സപ്പോർട്ട് ചെയ്ത് ഫൈനലിൽ ഇയാൾക്ക് വോട്ട് കൊടുക്കണമെന്ന് എൻ്റെ പേജുകളിലൂടെ വീഡിയോ അടക്കം ലൈവ് ചെയ്തൊരു പാവപ്പെട്ടവനാണ് ഞാൻ. പക്ഷേ ഇത്രത്തോളം മ്ലേച്ഛമായ കാഴ്ചപ്പാടുള്ള ഒരാളാണെന്നുള്ളത് തിരിച്ചറിയുന്നത് പല വിവരക്കേടുകളും എല്ലാത്തിനോടും അങ്ങ് പ്രതികരിച്ചേ പറ്റൂ എന്ന് തോന്നുന്നത് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയപരമായി നമ്മുടെ കേരളത്തിൽ 50-60 വർഷത്തിലധികമായി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തി ചെറിയ സംഘടനകളിൽ നിന്ന് അതായത് പോഷക സംഘടനകളിൽ നിന്ന് വളർന്നു വന്ന് ഇപ്പോൾ SFI KSU പോലുള്ള സംഘടനയിൽ നിന്ന് വളർന്നു വന്ന് ഇന്ന് സംസ്ഥാന മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡൻറ്റും ഒക്കെ ആയിരിക്കുന്ന ആളുകളോട് ഒക്കെ തന്നെ ഒരു തരം ഫ്രസ്ട്രേഷനാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം രാഷ്ട്രീയപരമായിട്ട് ഇയാൾ സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ പറയുന്നത് വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന രീതിയിൽ എല്ലാം അറിയുന്ന പണ്ഡിതൻ എന്ന രീതിയിൽ പറയുമ്പോഴും ഒരു തരം വായിട്ടലക്കൽ മാത്രമായിട്ട് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇത്തരം വായിട്ടലക്കലുകളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇന്ന് കേരളത്തിൽ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ അത് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വളരെ ഞാൻ ഫോളോ ചെയ്യുന്നില്ല കേട്ടോ, ഞാൻ ഫോളോ ചെയ്തിരുന്നു. സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തുണ്ടെങ്കിലുണ്ടല്ലോ അത്ര തോന്നിയിട്ടുണ്ട്. സംസാര രീതി അത്രത്തോളം മോശം. നമ്മളൊരു കാര്യം സംസാരിക്കുമ്പം മറ്റുള്ളവർക്ക് കേൾക്കാനൊരു ഇമ്പം ഉണ്ടാകണം. പക്ഷേ ഇന്നത്തെ സമൂഹം കഞ്ചാവിനും പിന്നെ മറ്റ് ലഹരികൾക്കൊക്കെ അടിമപ്പെട്ട ആളുകൾക്ക് ഇഷ്ടം എപ്പോഴും വയലൻസാണ്. ആ വയലൻസിലൂടെ മാത്രം കാര്യങ്ങൾ സംസാരിക്കാൻ കഴിയുന്നത് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയും. ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി, അതായത് 100ഓളം സീറ്റുകൾ നേടി അധികാരത്തിലെഴുതിയ മന്ത്രിസഭയിലെ അംഗങ്ങളെ പറയുന്നത് 3 കഴുതകൾ മത്സരിക്കാൻ നിന്നാൽ അതിൽ ഏറ്റവും നല്ല കഴുതയെ നോക്കി കഴുതകൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കും എന്നാണ് പറഞ്ഞത്. അപ്പം പൊതുജനങ്ങൾ കഴുത, ഇലക്ഷന് നിൽക്കുന്ന എല്ലാ പാർട്ടിയുടെയും പ്രതിനിധികൾ കഴുത, അതിൽ ജയിക്കുന്നവർ അതിനേക്കാളും വലിയ കഴുത. എന്ത് കാഴ്ചപ്പാടാണെന്നൊന്ന് ആലോചിച്ച് നോക്കുക. വിദ്യാഭ്യാസം കൂടുമ്പം ഇന്നത്തെ ഒരു തലമുറയ്ക്ക്, അതായത് ഒരു 35 വയസ്സിന് താഴെ വരുന്ന 20 വയസ്സിനിടയിലുള്ള ആളുകൾക്ക് വിദ്യാഭ്യാസം എനിക്ക് തോന്നുന്നു അതിനു മുമ്പുണ്ടായിരുന്നതിനേക്കാൾ കൂടുതലായിട്ട് തന്നെയാണ് ഉള്ളത്. കാരണം പണ്ടൊക്കെ എന്ന് പറഞ്ഞ് 4ാം ക്ലാസ് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും കുടുംബങ്ങളിലൊക്കെ സമാധാനമുണ്ട്, നാട് വളരുന്നുണ്ടായിരുന്നു, ജനപ്രതിനിധികൾ അത്രത്തോളം കാര്യക്ഷമമുള്ളവരായിരുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ 2000-ന് മുമ്പ് വരെയാണെങ്കിൽ ഈ പറഞ്ഞ ഒരു 10ാം ക്ലാസ്സെങ്കിലും മിനിമം ഉള്ള ആളുകളിൽ നിന്ന് 2010ലേക്ക് എത്തുമ്പോഴത്തേനും മിനിമം +2 അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ഡിഗ്രിയെങ്കിലും കയ്യിലെത്തുന്ന രീതിയിലേക്ക് വന്നതിനപ്പുറത്തേക്ക് 2010-ന് ശേഷം എല്ലാവരും ഒരു ഡിഗ്രിയെങ്കിലും കഴിഞ്ഞ് മറ്റു വലിയ പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് പോകുന്ന വിദ്യാഭ്യാസമുള്ള നമ്മുടെ കേരളത്തിൽ വിവരമുള്ള വിവേകമുള്ള ആളുകളെ 20-നും ഒരു 35-നും ഇടയിൽ കാണാനില്ല എന്ന് വേണം പറയാൻ. ഒരു തരം യൂട്യൂബ് ഭയങ്കര സംഭവമാണ്, അല്ലെങ്കിൽ അതിൽ കൂടെ മാധ്യമങ്ങളിലൂടെ പറയുന്ന വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ആരെയും എന്തും പറയാം എന്നുള്ള ഒരു സ്വാതന്ത്ര്യം, അതിന് അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയാൻ വേണ്ടി ഒരിക്കലും കഴിയില്ല. ഇപ്പോൾ എമ്പുരാൻ എന്ന സിനിമയെക്കുറിച്ച് അഖിൽ മാരാർ പറഞ്ഞിരിക്കുന്നത്, വിവരദോഷിയായ മുരളി ഗോപിയുടെ വിവരക്കേടിൻ്റെ എഴുത്തിന് പൃഥ്വിരാജ് പൃഥ്വിരാജ് എവിടെ കോടികൾ മുടക്കിയേ? പൃഥ്വിരാജ് സംവിധാനം ചെയ്ത വിഡ്ഢിയായിട്ടുള്ള പലരും അതിൽ ഭാഗമായിട്ടുള്ള ഒരു കഴമ്പുമില്ലാത്ത പിന്നെ ആളുകളുടെ വികാരം വ്രണപ്പെടുത്തുന്ന എൻ്റെ പൊന്നഖിൽമാരാരെ ഒരു കാലഘട്ടങ്ങളിൽ അധികാരം കൈയാളുമ്പോൾ അല്ലെങ്കിൽ സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ മനുഷ്യനായിട്ട് ജീവിക്കണം. മൃഗതുല്യനായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന കാലഘട്ടങ്ങളിൽ ഇത്തരം ഓർമ്മപ്പെടുത്തലുകളുണ്ടാവും. അത് ഇന്ന് ഭരിക്കുന്ന ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ടുള്ള കേന്ദ്രമായിക്കോട്ടെ സംസ്ഥാനമായിക്കോട്ടെ ഒരു പഞ്ചായത്തായിക്കോട്ടെ, ഒരു 5 വർഷക്കാലത്തേക്ക് അധികാരം ലഭിക്കുമ്പോൾ ജനങ്ങളെക്കുറിച്ച് ചിന്തിച്ച്, സ്വന്തം നാടിനെക്കുറിച്ച് ചിന്തിച്ച്, നാടിനെ സുരക്ഷയൊരുക്കി ഓരോ പൗരനും ജീവിക്കാനും അവൻ്റെ സ്വത്തിനും അവകാശങ്ങൾക്കും വേണ്ടിയിട്ട് വഴിയൊരുക്കുവാൻ വേണ്ടി ഉതകുന്ന രീതിയിലേക്ക് ആ ജനപ്രതിനിധികളെ വിജയിപ്പിച്ചു വിടുന്ന ജനങ്ങളോട് നന്ദിയുള്ളവരായിരിക്കണം ഓരോ ജനപ്രതിനിധികളും. അല്ലാതെ രാവിലെ എഴുന്നേറ്റ് ജനങ്ങളുടെ നേരെ പട്ടി കുരയ്ക്കണ പോലെ കുരച്ചുകൊണ്ടിരിക്കുന്നവരല്ല ജനപ്രതിനിധികൾ. ഒരു വിഷയത്തെക്കുറിച്ച് ചോദിച്ചു നോ 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 എന്ന് പറയുന്ന ആളുകളല്ല ജനപ്രതിനിധികൾ. ഒരു ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ അയാളെ തിരഞ്ഞെടുക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ അവകാശങ്ങൾ, അതായത് മൗലിക അവകാശം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന ജനങ്ങളുടെ പ്രതിനിധിയാണ് ഒരു ജനപ്രതിനിധിയായി പാർലമെൻറ്റിലാണെങ്കിലും നിയമസഭയിലേക്ക് പോകുന്നത്. അവർ ജനങ്ങളെ പട്ടികളെ പോലെ, അല്ലെങ്കിൽ അവർ വലിയ രാജാക്കന്മാരും ജനങ്ങൾ അടിയാളന്മാരുമായി പോകുന്ന പോലെ ആകുമ്പോൾ ജനങ്ങൾ തീർച്ചയായും പ്രതികരിക്കും. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്
ഇപ്പം ഈ പറഞ്ഞ സിനിമയിലെ വില്ലൻ കഥാപാത്രം ഒരു കാലത്ത് തൃശ്ശൂലത്തിൽ ഒരു കുഞ്ഞിനെ കോർത്തെടുത്ത് ക്രൂരത കാണിച്ചതിൻ്റെ പര്യായം എന്തായാലും ഈ സിനിമയിൽ കാണിച്ചിട്ടില്ലല്ലോ. ഇന്ന് ജനങ്ങൾക്ക് മുഴുവൻ അറിയാം. എന്നെ സംബന്ധിച്ച് എമ്പുരാൻ എന്ന സിനിമ ഞാൻ ആദ്യ ദിവസം റിലീസിൻ്റെ അന്ന് കാണുമ്പോൾ ഇതുപോലൊരു മേക്കിങ്, അതിൽ ഓരോ ഭാഗങ്ങളും ചിത്രീകരിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള എഫേർട്ടിനെ അഭിനന്ദിക്കാൻ വേണ്ടി കഴിയാതെ വരില്ല സിനിമയുമായി പുലബന്ധമുള്ള ഒരാൾക്ക്. പിന്നെ എവിടെ പരിചയപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ സംവിധായകൻ, ഞാൻ എഴുത്തുകാരൻ, ഞാൻ ഭയങ്കര സംഭവം എന്ന് പറയുന്ന അഖിൽമാരോട് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രതികരിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് പുല്ലാണ്, നിങ്ങളുടെ കുരു പൊട്ടിയാലും ഇല്ലെങ്കിലും എനിക്ക് പുല്ലാണ്. പക്ഷേ ഇത്രയെങ്കിലും നിങ്ങളോട് നേരിട്ട് പറയാൻ കഴിയില്ല, ഇങ്ങനെയെങ്കിലും പറയണമെന്ന് തോന്നിയുകൊണ്ട് മാത്രമാണ്. സമൂഹത്തിൽ അത്യാവശ്യം കഴിവുള്ള ഒരാളെ, ജനങ്ങൾ അറിയുന്ന ഒരാളെ, ജനങ്ങൾ ബഹുമാനിക്കുന്ന ഒരാളെ തെറി പറഞ്ഞുകൊണ്ടല്ല കഞ്ഞി കുടിക്കേണ്ടത്. അധ്വാനിച്ചിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. നിങ്ങൾ യൂട്യൂബ് ചെയ്തോളൂ, വികസനങ്ങളെക്കുറിച്ച് സംസാരിച്ചോളൂ, എന്തും സംസാരിച്ചോളൂ, പക്ഷെ പറയുന്ന കാര്യങ്ങളിൽ ഒരല്പം മാന്യതയാവാം. ഭരത് ഗോപിയുടെ കാലിലെ ചെരുപ്പിൻ്റെ വാറഴിക്കാനുള്ള യോഗ്യത അഖിൽമാരനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിഗ് ബോസ് എന്ന ഒരൊറ്റ TV ഷോയിലൂടെ മാത്രം മലയാളികൾ അറിയുന്ന അഖിൽമാരാർക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ അറിയുന്നത് കൊണ്ടും കലപില്ലാന്ന് ചിലയ്ക്കാൻ അറിയുന്നത് കൊണ്ടും സമൂഹത്തിൽ, അതായത് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയെ കോൺഗ്രസ്സുകാർ തെറി പറയുന്നതിൻ്റെ കൂടെ നിന്ന് തെറി പറയുന്നത് കൊണ്ടും ഇടതുപക്ഷ വിരോധമുള്ള ഒരുപാട് ആളുകൾ അഖിൽമാരനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് അഖിൽമാരെ നിങ്ങൾ ഇന്ന് എന്തെങ്കിലുമായിട്ടുള്ളത്. അല്ലാതെ ഒന്നുമല്ല. നിങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ട വന്നതിൽ, ബിഗ് ബോസിൽ നിങ്ങൾക്ക് വേണ്ടി ലൈവ് വീഡിയോ ചെയ്യേണ്ട വന്നതിൽ ഞാൻ അതിയായി ഖേദിക്കുന്നു. ഇതുപോലൊരു സംസ്കാരശൂന്യനും സംസാരിക്കാൻ അറിയാത്ത ഒരാൾക്കും വേണ്ടി അന്ന് ഒരു വീഡിയോ ചെയ്തതിൽ ഞാൻ ഖേദിക്കുന്നു. ബിഗ് ബോസിലൂടെ നിങ്ങൾ വരുന്നതിന് മുമ്പും പിമ്പും നിരവധി ആളുകൾ വന്നിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു മ്ലേച്ഛനെ, ഇതുപോലെ സംസ്കാരശൂന്യനെ, ഇതുപോലെ സംസാരിക്കാൻ അറിയാത്ത ഒരുത്തനെ മലയാളികൾ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ ഇന്ന് മലയാളികളുടെ സംസ്കാരത്തിൽ പോലും ഒതുങ്ങാത്തത് കൊണ്ട് ആ സംസ്കാരമില്ലായ്മയിൽ ഒരുപാടുള്ള ആളുകൾ തങ്ങളെ ഫോളോ ചെയ്യുന്നു എന്ന് മാത്രം ധരിച്ചാൽ മതി. അല്ലാതെ ഒരുപാടങ്ങ് ഞാൻ ഭയങ്കര പണ്ഡിതനാണ്, ഞാൻ ഭയങ്കര സംഭവമാണെന്നും ചിന്തിച്ച് കളയല്ലേ. കാരണം സുഹൃത്തെ, ഒറ്റ കാര്യം പറയാനുള്ളൂ, നമ്മൾ മറ്റുള്ളവരെ മുഴുവൻ കുറ്റം പറഞ്ഞ് ജീവിക്കും. ഇപ്പം ഞാൻ നിങ്ങളെ കുറ്റമല്ല പറയുന്നത്, ഒരു തിരുത്തലായിട്ട് മാത്രം കരുതുക. നമ്മൾ മറ്റുള്ളവരെ മാത്രം കുറ്റം പറഞ്ഞ് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുമ്പോഴേ നമ്മുടെ ഈ ഹൃദയത്തിൻ്റെയും മൂക്കിന് ഇടയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കും ഒരു ശ്വാസത്തിൻ്റെ ബലത്തിൽ മാത്രം നമ്മൾ നിൽക്കുന്നത്. ആ ശ്വാസം ഒന്നിങ്ങനെ വലിക്കണ സമയത്തൊന്ന് വിലങ്ങിപ്പോയാൽ മതി, ഞാനും നിങ്ങളും ഈ പറയുന്ന കൊല്ലും കൊലയും നടത്താൻ ആഹ്വാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരും മതക്കാരും ഒക്കെ തീരും. അത്രയേ ഉള്ളൂ. ദൈവം വിചാരിച്ചതുകൊണ്ടോ മനുഷ്യൻ വിചാരിച്ചുകൊണ്ടൊന്നുമല്ല. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ വിലങ്ങിപ്പോയാൽ നമ്മൾ തീർന്നു പോവും. ഒരു ഭക്ഷണം ഉരുട്ടി കഴിക്കുമ്പോൾ ഒന്ന് വിലങ്ങിപ്പോയാൽ നമ്മൾ തീർന്നു പോവും. ഒരു കുളിച്ച് കഴിഞ്ഞ് തോർത്ത് നമ്മളൊന്ന് കുടയുമ്പോൾ ഒന്ന് വിലങ്ങിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ തീർന്നു പോവും. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ മനുഷ്യനെ പോലെ ജീവിക്കാൻ ശ്രമിക്കുക. കോടികൾ മുടക്കി ഒരു സിനിമയെടുത്ത് അതിലേക്ക് ഇമാതിരി തെണ്ടിത്തരം മുഴുവൻ ഒരു രാഷ്ട്രീയം ഉപയോഗിച്ചുകൊണ്ട് ഒരു മതത്തെ വികൃതമാക്കി കുറേ ആളുകൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരു സിനിമയുടെ പേരിൽ പൃഥ്വിരാജിനും അല്ലെങ്കിൽ ഗോകുലം ഗോപാലിനെ പോലെ കേരളത്തിൽ അനവധി ബിസിനസ്സുകൾ കൊണ്ട് നൂറുകണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരാളെയൊക്കെ ഇതുപോലെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോൾ എന്തൊക്കെയോ ഭയപ്പെടുകയാണ്. ഞങ്ങൾക്കെതിരെ നിങ്ങൾ വാ തുറന്നാൽ നിങ്ങളെ ഞങ്ങൾ ഇല്ലാതാക്കും എന്ന ചിന്ത ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ, ഒരു ബെഞ്ചിൽ ക്രിസ്ത്യാനിയും ഹിന്ദുവും മുസ്ലിമും ഇരുന്നപ്പോൾ നമുക്ക് തോന്നാത്ത ആ വർഗീയത, ആ മതം, അല്ലെങ്കിൽ അന്നും രാഷ്ട്രീയമുണ്ട് ഇന്നും ഉണ്ടെങ്കിലും അന്നത്തെ തോന്നാത്ത രാഷ്ട്രീയം ഇന്ന് എവിടുന്നാണ് വരുന്നത്? വിദ്യാഭ്യാസം കൂടിയതുകൊണ്ടാണോ? രാഷ്ട്രീയത്തെക്കാൾ വികൃതമായ മതത്തെ തലയിലേക്ക് കുത്തി നിറയ്ക്കുന്നത് കൊണ്ടല്ലേ? എന്തിനാണ്? മനുഷ്യനായ പോലെ, ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ ഉള്ളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്ന ഒരു ശ്വാസം തീർന്നാൽ തീർന്നു പോകും. ആ ഒരു സമയത്തിനുള്ളിലാണ് നമ്മൾ കൊല്ലും കൊലയ്ക്കും ഒക്കെ ആഹ്വാനം ചെയ്യുന്നത്. എന്തിനാണ്? പൃഥ്വിരാജിനെ പോലെ അല്ലെങ്കിൽ മോഹൻലാലിനെ പോലെയൊക്കെ ഉള്ളൊരു ടീം ഇത്രയും വലിയൊരു സിനിമ നമ്മുടെ ഇന്ത്യയിൽ കേരളത്തിൽ തന്നപ്പോൾ അതിനെ അഭിനന്ദിക്കാൻ നിൽക്കണ്ട, അപമാനിക്കാതിരുന്നൂടെ? താങ്കളെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല ശ്രീ അഖിൽമാരാർ. കാരണം ബോബി ചെമ്മണ്ണൂർ ചെയ്യുന്ന ഉടായ്പാണെന്ന് പറഞ്ഞ താങ്കളുടെ വികല മനസ്സിനോട് എനിക്കൊന്നും പറയാനില്ല. ഒന്നേ പറയാനുള്ളൂ, മനുഷ്യനാവണം.
വരുമാനം നമുക്ക് എങ്ങനെയും കണ്ടെത്താം, അതിൽ അഹങ്കരിക്കാം. പക്ഷേ ഒരു കുഞ്ഞസുഖം വന്നാൽ ഇതൊക്കെ പോവില്ലേ? അപ്പം നമ്മൾ അഹങ്കരിക്കരുത്, ജീവിക്കണം. എല്ലാ ഭാവങ്ങളും നേരുന്നു.